ആകാശവാണി. നമസ്കാരം. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന, ജലകൃഷി മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമത്തെക്കുറിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പവിഴപ്പുറ്റുകളാൽ സമ്പന്നമാണ് ലക്ഷദ്വീപ്. രാജ്യത്തിന്റെ സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിവുള്ള ദ്വീപ സമൂഹം. 4200 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്താരമുള്ള ലഗൂണുകളും രാജ്യത്തിന്റെ മൊത്തം സവിശേഷ സാമ്പത്തിക മേഖലയുടെ ഏകദേശം 20% വരുന്ന വിശാലമായ സമുദ്ര അതിർത്തിയും ലക്ഷദ്വീപിനെ മത്സ്യബന്ധനത്തിന്റെ സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. ഈ മേഖലയിലെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കേന്ദ്രവും ലക്ഷദ്വീപ് ഭരണകൂടവും സംയുക്തമായി ബംഗാരം ദ്വീപിൽ ഒരുക്കിയ നിക്ഷേപക സംഗമം. മത്സ്യബന്ധന, മത്സ്യകൃഷി മേഖലയിലെ നിക്ഷേപ അവസരങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു പരിപാടി. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയത്തിനു കീഴിൽ ഫിഷറീസ് വകുപ്പ് ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ചാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന സാധ്യതകൾ ആഭ്യന്തര നിക്ഷേപകർക്ക് പരിചയപ്പെടുത്തുക, സുസ്ഥിരമായ മത്സ്യബന്ധനം, അലങ്കാര മത്സ്യകൃഷി, കടൽപ്പായൽ കൃഷി തുടങ്ങിയ മേഖലകളിലെ അവസരങ്ങൾ നിക്ഷേപകരെ അറിയിക്കുക, നിക്ഷേപകരുടെ അനുഭവങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യാനും ആവശ്യമായ നയപരമായ മാറ്റങ്ങൾ വരുത്താനും വേദിയൊരുക്കുക തുടങ്ങിയവയായിരുന്നു നിക്ഷേപ സംഗമത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, മത്സ്യോൽപാദനം വർദ്ധിപ്പിച്ച് കയറ്റുമതി ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നിവയും നിക്ഷേപ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. ലക്ഷദ്വീപിലെ നിലവിലെ മത്സ്യബന്ധനം പ്രധാനമായും പരമ്പരാഗത രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പോൾ ആൻഡ് ലൈൻ പോലുള്ള പരിസ്ഥിതി സൗഹൃദപരമായ മത്സ്യബന്ധന രീതികൾ അവയിൽ ഉൾപ്പെടുന്നു. സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്താതെ മത്സ്യസമ്പത്ത് നിലനിർത്താൻ ഈ രീതികൾ അവലംബിക്കുന്നതിലൂടെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ആധുനിക സാങ്കേതിക വിദ്യകളും ശീതീകരണ സംഭരണശാലകളും മത്സ്യ സംസ്കരണ യൂണിറ്റുകളും സ്ഥാപിക്കുന്നത് വഴി ഈ മേഖലയുടെ കാര്യക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും. പരമ്പരാഗത രീതികളെ കയറ്റുമതി അധിഷ്ഠിതമായ വലിയ തോതിലുള്ള സംരംഭങ്ങളാക്കി മാറ്റുന്നതിനുള്ള സാധ്യതകൾ ഉൾപ്പെടെ നിക്ഷേപക സംഗമം ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാൻ ലക്ഷദ്വീപിന് കഴിയുമെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖല സംബന്ധിച്ച മത്സ്യബന്ധന ചട്ടങ്ങൾ നിലവിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളതായും ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാവുന്ന പ്രവേശനാനുമതി ഉപയോഗിച്ച് നിയമപരമായി മത്സ്യബന്ധനം നടത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. विशेष तौर पर लक्षद्वीप का जो समुद्री क्षेत्र वह संभावनाओं से परिपूर्ण है. हर तरह की संभावना यहाँ उपलब्ध. जो फिश के जो स्पेसीज हैं उसमें जो बेस्ट क्वालिटी का फिश है. आप ही लोगों में से कई लोगों ने कहा कि क्वांटिटी तो है ही, क्वालिटी भी है. तो जहाँ क्वांटिटी भी है, क्वालिटी भी है और संभावना भी है, तो उस अपॉर्चुनिटी का लाभ लीजिए. उसी अपॉर्चुनिटी का लाभ लेना. अब पूरा जो एक्सक्लूसिव इकोनॉमिक जोन है EEZ का 20% लक्षद्वीप पूरा, और यहाँ से उत्पादन क्या है 0.5%, प्रोडक्शन 0.5%. तो एफेबिलिटी भी है, पर्याप्त मात्रा में उपलब्धता भी है, उसका भी लाभ उठाना है. इस आइलैंड का, लक्षद्वीप का लोकेशन ऐसा है कि इस लोकेशन से आप कहीं भी हाई सी में और डीप सी फिशिंग के लिए आसानी से समुद्र में जा सकते. तो जब हाई सी और डीप सी के लिए आप आसानी से जा सकते, ऐसी संभावना कहाँ मिलती है? ये लोकेशन आपको कहाँ मिलेगा? तो इसका लाभ उठाना चाहिए. बघेल साहब ने बता दिया आपको कि 1 लाख टन यहाँ टूना है और अदर स्पेसीज जो है मिला, और मात्र हम कैच कर रहे हैं 15,000 टन. तो 85,000 टन तो हमारा अभी वेस्टेज है ना. समुद्र में अपनी मौत खुद मर रहा है. और टूना एक ऐसा स्पेसीज है जिसका पूरे वर्ल्ड वाइड जो डिमांड है, उस डिमांड को देखते हुए भी हमको इसका उपयोग करना चाहिए. हाँ, एक बात जरूर है कि कोची से 400 किलोमीटर का इसका डिस्टेंस है, और कोची से 400 किलोमीटर डिस्टेंस होने के कारण लॉजिस्टिक का सपोर्ट का समस्या है. तो लॉजिस्टिक की सपोर्ट की समस्या के लिए तो अभी एडमिनिस्ट्रेटर साहब ने कहा कि सब्सिडी हम दे सकते हैं, लेकिन ऐसा थोड़ी होता है. थोड़ा ये भी देंगे, थोड़ा आप भी सही है, और दोनों मिल के उसको बनाइए. असल बात वो नहीं है. असल चीज है इच्छा शक्ति.
और इच्छा शक्ति हम यही आपसे आग्रह करेंगे कि आप इन्वेस्टर्स हैं, आप में इच्छा शक्ति है और इच्छा शक्ति को जागृत करिए, उसको जरा जगाइए कि हमको लक्षद्वीप में करना ही है और करना ही अगर हमको लक्षद्वीप में है, और अगर ये इच्छा हो जाएगा तो क्या होगा, 2 साल थोड़ा घाटा ही चलेगा, 3 साल के बाद तो आगाती का जब एक्सपेंशन एयर स्ट्रिप का हो जाएगा तो कार्गो तो चलने ही लगेगा, तो बहुत ही कम समय का है। और अभी से आप अगर शुरू भी करिएगा काम, तो काम करते करते आपको 1 साल लग जाएगा, प्रारंभ करते करते तो 1 साल प्रारंभ करते करते लग जाएगा, तो 2 साल थोड़ा सा कम प्रॉफिट पर काम करिए, लेकिन ये कमिटमेंट का चीज है। और ये इन्वेस्टर्स, हमारे देश के जो इन्वेस्टर्स हैं, जो एक्सपोर्टर्स हैं, उनमें कमिटमेंट है, उनमें ये कमिटमेंट है, हम उनके जज्बे को सलाम करते हैं। ബംഗാരത്ത് ആരംഭിച്ച നിക്ഷേപക സംഗമം ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയിലെ അനന്തമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്നു. ശാസ്ത്രീയമായ സമീപനത്തിലൂടെയും ആധുനിക നിക്ഷേപങ്ങളിലൂടെയും പ്രാദേശിക സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെയും ഈ മേഖലയിൽ ഒരു നീല വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. ഇത് ലക്ഷദ്വീപിന് സുസ്ഥിരമായ ഒരു വരുമാന മാർഗം ഉറപ്പാക്കുകയും ഇന്ത്യയുടെ സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ ദ്വീപിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും. മത്സ്യബന്ധന മേഖലയിലെ വളർച്ച ലക്ഷദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെയും അതുവഴി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയെയും സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. This is the second sector which grows after IT. This 9% growth. And this plenty of the fund is there. And we have very good these organizations, CMFRI, CIFT, all these institutions and organizations can help us because technology is a very important thing for this one. ട്യൂണയും ആഴക്കടൽ മത്സ്യബന്ധനവും കടൽപ്പായൽ കൃഷി, അലങ്കാര മത്സ്യബന്ധനം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ 22 നിക്ഷേപകരും പ്രധാന സംരംഭകരും പങ്കെടുത്ത നിക്ഷേപക സംഗമം ലക്ഷദ്വീപിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയാണ്. മത്സ്യബന്ധന, മത്സ്യകൃഷി മേഖലകളിലെ നിക്ഷേപത്തിന് 4 പ്രധാന മേഖലകൾ പരിപാടിയിൽ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് എടുത്തുകാട്ടി. ട്യൂണ അഥവാ ചൂര മത്സ്യബന്ധനം, സംസ്കരണം, കേടുകൂടാതെ സൂക്ഷിക്കൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ബ്രാൻഡിംഗ്, കയറ്റുമതി എന്നിവയിൽ നിക്ഷേപ സാധ്യതകൾ നിലവിലുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഏകദേശം 20% പ്രദേശത്തിന് പുറമെ ട്യൂണയുടെയും മറ്റു മൂല്യമേറിയ മത്സ്യങ്ങളുടെയും സമ്പന്ന ശേഖരം സ്വന്തമായ ലക്ഷദ്വീപിൽ ട്യൂണ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ വലിയ നിക്ഷേപ സാധ്യതകളുണ്ട്. എങ്കിലും ഏകദേശം 15,000 ടൺ മാത്രം വരുന്ന നിലവിലെ ഉൽപ്പാദനം ആകെ കണക്കാക്കുന്ന 1,00,000 ടൺ സാധ്യതയുടെ ചെറിയൊരംശം മാത്രമാണ്. പ്രോട്ടീൻ, ഒമേഗ-3 എന്നിവ അടങ്ങിയ ചൂര ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ആരോഗ്യത്തിന് മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ചൂരയുടെ കയറ്റുമതിയുടെ സാധ്യതയും കൂടുതലാണ്. ഈ മേഖലയിലെ പരമ്പരാഗത മത്സ്യബന്ധന രീതികൾ മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ പോലുള്ള ആഗോള പാരിസ്ഥിതിക ലേബലിംഗ് സംവിധാനങ്ങൾക്ക് അനുയോജ്യമാണ്. സുസ്ഥിരവും ആഗോളതലത്തിൽ മത്സരക്ഷമവുമായ ട്യൂണ മത്സ്യബന്ധന കേന്ദ്രമാക്കി ലക്ഷദ്വീപിനെ മാറ്റുമെന്ന് ഈ സംരംഭങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിക്ഷേപ സംഗമത്തിലൂടെ ലക്ഷദ്വീപിന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പറയുകയാണ് ദ്വീപ് നിവാസിയായ അബ്ദുൾ സലാം. ഭൂമിശാസ്ത്രപരമായി ഏറെ വെല്ലുവിളികളും അതേസമയം ഒരുപാട് പ്രത്യേകതകളും നിറഞ്ഞ രാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ സുസ്ഥിര ഭാവി തന്നെ ഭദ്രമാക്കാൻ ഒതുങ്ങുന്ന കാഴ്ചപ്പാടുകൾക്ക് ജീവൻ പകരുന്നതായിരുന്നു ബംഗാരം ദ്വീപിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ഒരു ഭൂപ്രദേശമെന്ന നിലയിൽ ലക്ഷദ്വീപിലെ ദ്വീപ് തുരുത്തുകൾ രാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ പ്രദേശങ്ങളാണെങ്കിലും അതേസമയം ലക്ഷദ്വീപിൻ്റെ സമുദ്രമേഖല എന്നത് ഇന്ത്യയുടെ മൊത്തം സമുദ്ര അതിർത്തിയുടെ ഏകദേശം 20% വരെ വിസ്തൃതി ആർജിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ്. അതായത് ലക്ഷദ്വീപിൻ്റെ ഫിഷറീസ് മേഖലയെ കൃത്യമായ കർമ്മ പദ്ധതികളിലൂടെ പരിപോഷിപ്പിക്കാൻ സാധിച്ചാൽ വെറും ലക്ഷദ്വീപിൻ്റെ സമ്പദ്ഘടനയ്ക്ക് മാത്രമല്ല ഭാരതത്തിൻ്റെ മൊത്തം സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉണർവ് പകരാൻ ശേഷിയുള്ളതാണ്. 4200 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതി വരുന്ന ലക്ഷദ്വീപിന്റെ കായൽ പ്രദേശം കടൽപ്പായൽ കൃഷിക്ക് അനുയോജ്യമായ അന്തരീക്ഷമൊരുക്കുന്നു. കടൽപ്പായൽ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ആഗോള ആവശ്യകത അതിവേഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃഷിരീതികൾ, നഴ്സറികൾ, ബയോമാസ് സംസ്കരണം, ജൈവ ഉൽപ്പന്ന നിർമ്മാണം എന്നിവയിലെല്ലാം പ്രദേശം ഗണ്യമായ നിക്ഷേപ സാധ്യതകൾ നൽകുന്നു. സാമ്പത്തിക സാധ്യതകൾക്കപ്പുറം കാർബൺ വേർതിരിക്കൽ, സമുദ്ര ജൈവ വൈവിധ്യ വർധന തുടങ്ങിയ പാരിസ്ഥിതിക നേട്ടങ്ങളും കടൽപ്പായൽ കൃഷിക്കുണ്ട്. ഭക്ഷണം, ഔഷധങ്ങൾ,
സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി വിവിധ വ്യവസായങ്ങളെയും ഇത് പിന്തുണയ്ക്കുന്നു. ഏകദേശം 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലെ പ്രത്യേക സാമ്പത്തിക മേഖല ഉപയോഗിച്ച് വൻതോതിൽ സുസ്ഥിര സമുദ്ര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ പുറംകടൽ കൂടുകൃഷിയിൽ ലക്ഷദ്വീപിന് വലിയ സാധ്യതയുണ്ട്. 35 മത്സ്യവർഗ്ഗങ്ങളിലെ ഏകദേശം 300 ഇനം കടൽ മത്സ്യങ്ങൾ ലക്ഷദ്വീപിനുണ്ട്. ഈ സമ്പന്ന ജൈവ വൈവിധ്യം സമുദ്ര അലങ്കാര ഹാച്ചറികളും ബ്രൂഡ് സ്റ്റോക്ക് വികസന സൗകര്യങ്ങളും സംയോജിത വളർത്തൽ കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ അനുയോജ്യ മേഖലകളാക്കി ദ്വീപുകളെ മാറ്റുന്നു. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ദ്വീപുകളിലെ മത്സ്യബന്ധന വികസനം ത്വരിതപ്പെടുത്തുന്നതിന് കൂട്ടായ ശ്രമം ആവശ്യമാണെന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അഭിലക്ഷ് ലിഖി പറഞ്ഞു. നിക്ഷേപകരുടെ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. US टैरिफ के चलते जो भी खलबली मची उसमें भारत सरकार में माननीय मंत्री जी की लीडरशिप में ऑनरेबल प्राइम मिनिस्टर के विजन के अनुकूल 4-5 चीज़ें बड़े पैमाने पे हो रही हैं. नंबर 1, नई मार्केट्स क्या हैं जिनको खोजा जा सकता है, उनकी समीक्षा पूरे तौर पे चल रही है. उसके बाद इन मार्केट्स में टैरिफ का एडवांटेज हमें कहाँ है इसको भी देखा जा रहा है. और तीसरी बात सबसे इम्पोर्टेंट, प्रोडक्ट डाइवर्सिफिकेशन, कि किस तरह का माल किस मार्केट में जाए, प्री कुक जाए, रेडी टू कुक जाए, रेडी टू ईट जाए, इसकी भी पूरी समीक्षा चल रही है जिसको हम वैल्यू एडिशन के नाम से कहते हैं. और लास्ट बट नॉट द लीस्ट, मछली के लिए हम लक्षद्वीप क्यों आ रहे हैं, क्योंकि यहाँ पे क्वालिटी है, पानी की गुणवत्ता अच्छी है, क्वालिटी भी अच्छी है. तो ट्रेसेबिलिटी आई थिंक सबको, सारे यहाँ पे एक्सपोर्टर्स हैं, एंटरप्रेन्योर्स हैं, प्राइवेट लोग हैं, मुझे समझाने की ज़रूरत नहीं है. ट्रेसेबिलिटी और सर्टिफिकेशन के बिना उस गुणवत्ता को लाने के लिए हम अगर नहीं कदम उठाएंगे तो अभी हमने पीछे वर्ल्ड फिशरीज डे पे एक नेशनल ट्रेसेबिलिटी फ्रेमवर्क भी लॉन्च किया, ताकि चाहे MSC की ट्रेसेबिलिटी हो, BAP की हो, या EIC कोई ट्रेसेबिलिटी कर रहा है फ़िश के ओरिजिन की और उसको सोर्स करने की, ट्रैक करने की, उसकी सुविधा को हम कैसे सुदृढ़ कर सकते हैं राज्य सरकारों के साथ, इसका भी पूरा कार्यक्रम बनाया जा रहा है. आई थिंक ये चीज़ इसलिए भी ज़रूरी है कि इस वक्त दुनिया में 18 बिलियन US डॉलर का हाई वैल्यू फिश का ट्रेड है. 18 बिलियन डॉलर, जिसमें से 2 लाख टन के करीब ओशनिक रिसोर्सेज हमारे पास लक्षद्वीप और अंडमान में हैं. इनको हार्नेस करने के लिए सुविधाएं जो चाहिए वैल्यू चेन में पूरी, बीज से लेके बाजार तक, उनको जब तक हम विकसित नहीं करेंगे, कि सबसे पहले सिंगल विंडो सिस्टम होना बहुत ज़रूरी है. നിക്ഷേപം സുഗമമാക്കാനും നടപടിക്രമങ്ങൾ ലളിതമാക്കാനുമുള്ള ഏകജാലക സംവിധാനമാണ് ലക്ഷദ്വീപിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 500 കോടിയിലേറെ രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ നിക്ഷേപക സംഗമം ഇതിനകം ശക്തമായ നിക്ഷേപ താൽപര്യം സൃഷ്ടിച്ചു കഴിഞ്ഞു. സുസ്ഥിര വളർച്ച ഉറപ്പാക്കി ലക്ഷദ്വീപിന്റെ സാധ്യതകൾ വികസിപ്പിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന, ജലകൃഷി മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമത്തെക്കുറിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം സുവർണ.